ഞാൻ പോന്ന അങ്ങോട്ട് എന്റെ ചെറുക്കം എന്റെ കോയക്കാം ഇത് കുഞ്ഞാപ്പൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നെ തല്ലരുത്, ഞാൻ കണ്ടിട്ടില്ല. കൊമ്പങ്കാട് കോയനെ മറികടക്കാൻ മാത്രമായോ? അതെ 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 ഇക്ക, ഇവിടെ വലിയ പരിപാടിയൊക്കെ നടക്കണം. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് കണ്ടോ. അത് പറഞ്ഞാ പറ്റുമോ? അല്ല അല്ല, നിങ്ങൾ ഈ കമോൺ കേരള പറഞ്ഞ പരിപാടിയിൽ വന്നിട്ട് അവിടെ നിക്കണ ആനല്ലേ, അതിന്റെ ബാക്കിൽ നിന്ന് ഒരു രോമം പറിച്ച് ഓടിക്കാണ്. ഓന് പേടിയായിരിക്കും, മോതിരം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. എന്റെ ചെറുക്കനാണെങ്കിൽ ഓൻ വിളിച്ചാണ് പുറത്തേക്ക് ഇറങ്ങും. കാരണം നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റേജിലേക്ക് ഓടിക്കയറി വന്നിട്ട് മൂപ്പിന് അത്തള പിത്തള തവളാച്ചി മറിയം വന്ന് വിളക്കോതി ഇത്രയുള്ളൂ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാത് അനക്ക് അത്തള പിത്തള തവളാച്ചി എന്തിനങ്ങനെ തല്ലുന്നത്? എന്താ കാട്ടിയാടാ? കൊമ്പങ്ങാട് പേര് കൊമ്പങ്ങാട് തറവാടിന്റെ കൊമ്പ് കക്കാൻ നോക്കിയതാ. ആനന്റെ വാല കിട്ടി, അതിന് തല്ല വെറുതെ. മൂപ്പര് തല്ലണ്ടേ. ഓന് മോതിരം ഉണ്ടാക്കിയിടാനാണെങ്കിലോ? മോതിരം എന്തിനാണത്? പേടിക്കങ്ങളെ ഇന്നെ പേടിയായിട്ട് ആന്റെ മോതിരത്തിന്റെ ഇതിനെടുക്കണ്? ഇല്ലല്ല, ഇനി അങ്ങനെ ചെയ്യൂല. ഇവിടെ സ്റ്റേജില് പരിപാടി നടക്കല്ലേ, അതിപ്പോ അല്ല. മലപ്പുറത്ത് നിന്ന് എന്നാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ എന്നാ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേ? മലപ്പുറത്ത് ഇങ്ങോട്ട് വന്നെന്നാ? ഇവന് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. ശരി. എന്നിട്ട് എങ്ങനെയുണ്ട് കമോൺ അടിപൊളിയല്ലേ? കമോൺ കേരള എന്ന പരിപാടി ഇത്ര ഉഷാറാന്നുള്ളത്. കുഞ്ഞാപ്പൂ, കമോൺ കേരളക്ക് എന്നെ വിളിച്ചിട്ട് ഈ വന്നില്ല എന്ന് പറഞ്ഞു. ആണോ? നിങ്ങൾ മറ്റേ തട്ടുകടയിൽ പോയി അവിടെ സംസാരിക്കുന്നതിന്റെ വീഡിയോ കണ്ടായിരുന്നല്ലോ. ഡോറ ബുജ്ജി കാണാണ്ട്, സൂപ്പർ മേരിയോ ഗെയിം കളിക്കാണ്ട്. പറയടാ, മുഴുവൻ പറയാ. എന്നാലും ഞാൻ ഇവിടേക്ക് എത്തിയില്ലേ. എന്റെ മുത്തേ, ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഡോറാബുജി കാണുന്നതിനേക്കാളും നല്ല കാഴ്ചകളാണ്. ആണോ? ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലെന്ന്. മനസ്സിലായി. നാട്ടിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മുഴുവൻ വരും. ആണോ? ഇന്നത്തെ നോക്കണ്ട, നാളെയും മറ്റന്നാളും ഇന്ന് വർക്കിംഗ് ഡേ ആണ്. നാളെയും മറ്റന്നാളും ഇവിടെ നോക്കിക്കോ, മലപ്പുറത്ത് ജനസമുദ്രം ഇവിടെ ഇട്ടേക്കുന്നുണ്ടോ? 7000 കസേര ഇട്ടിട്ട് 7000 കസേര ഇട്ടിട്ടുണ്ട്. ഈ 7000 കസേര ഒന്നും എല്ലാം തെളിയിക്കും. ആൾക്കാർ നിക്കേ ഇരിക്കും, ഒരു കസേര 2 പേര് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇവിടെ വരണം. ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചു കൊടുത്തിട്ട് നീ എന്തിനാണ് ഈ ആനയുടെ വാല് പറിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യൂല. ഞാൻ എന്തായാലും വന്നതിൽ എനിക്ക് സന്തോഷായി. താങ്ക് യു. അടിപൊളിയല്ലേ? കമോൺ കേരള അടിപൊളിയല്ലേ? ഉസാറാണ്. അത് മാത്രമേ ഞാനോട് പറഞ്ഞിട്ടുള്ളൂ. അതാണ്. അപ്പൊ പൊളിച്ചു പോയ അതാണ്. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് ഓൻ ഇവിടെ വന്നത്. ഓൻ ഇവിടെ വന്നോണ്ടാണ് ഈ കാഴ്ചകളെല്ലാം കാണാൻ പറ്റിയത്. അത് മാത്രല്ല, കപ്പൽ കാണിച്ചു കൊടുത്തോന്. കപ്പൽ കാണിച്ചു കൊടുത്തോ? കപ്പൽ കാണിച്ചു കൊടുത്തു. കപ്പലിന്റെ മുകളിൽ കയറ്റിയില്ലേ? കാണിച്ചു കൊടുത്താ? കാണിച്ചു തന്നാ? എങ്ങനെയുണ്ട്? പൊക്കണ്ടായിരുന്നു? പൊക്കണ്ടേ? പൊക്കണ്ട്. എല്ലാം ദുബായ് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാം കാണിച്ചു കൊടുത്തു, ഓരോന്നായിട്ട്. അതെ അതെ. 2 കട്ടി ബസ്സൊക്കെ പോകണ്ട് ഇതില്ല. 2 തലുള്ള ബസ്, വലിയ ആന 2 ഉണ്ട്. ആനയെ വിട്ടിട്ട് ഇതേവരെ കളി നല്ല ആന, ചെവിങ്ങനെ ആട്ടി ഇങ്ങനെ നിക്കണ്ട അവിടെ. കപ്പലും കണ്ട് എല്ലാം ഇഷ്ടായി. ഇവിടെ വന്ന സന്തോഷായിക്ക്. എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്. ഈ സൈനാത്ത് എവിടെയാണ്? അതും ലൈനാണ്. അല്ല, നിങ്ങൾ പറഞ്ഞിട്ട് പോയാ കൊണ്ടുവരും. സൈന എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എന്തായാലും നമ്മൾ കൊണ്ടുവരും. അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരും. നിങ്ങൾ പോകുന്നിടത്ത് മുഴുവൻ ആൾക്കാർ ചോദിക്കുന്നില്ലേ സൈന എവിടെ? നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്ന പറയുന്നത്? അതങ്ങനെ പെട്ടെന്ന് കാണിച്ചാൻ പറ്റിയ സാധനമല്ല. അതിന് കുറച്ച് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ ഇത് കാണുമ്പോ ഇവരുടെ വീഡിയോക്ക് മാത്രമേ കാണാൻ ആൾക്കാരുള്ളൂ. ഇവർ ആനയെ പിടിക്കാൻ പോകും, ഇവർ ആനയുടെ വാല് പറിക്കാൻ പോകും. നമ്മളുണ്ടല്ലോ, കല്ലൊക്കെ വിയറ്റ്നാമിൽ പോയിട്ട് എന്തെല്ലാം ചെയ്ത് ആരെങ്കിലും പരിപാടി കാണാനുണ്ടായിരുന്നു. 433 പേര് ലൈക്ക് അടിച്ചേക്കുന്നത്. ഇവരുടെ ഒരു സാധനം കണ്ടു നോക്കൂ. 1.5 ലക്ഷം 2 ലക്ഷം പേരാ ലൈക്ക് അടിക്കുന്നത്. ഓരോ വീഡിയോയും 4 മില്യൺ 5 മില്യൺ 6 മില്യൺ. ഞാനിത് മില്യൺ ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് അറ്റം വരെ തോണ്ടി നോക്കി. ഒരു രക്ഷയില്ല, എല്ലാം മില്യൺ വിട്ടൊരു കളിയില്ല. കമോൺ കേരളയിൽ ഒന്നാമത് കമോൺ കേരളയിൽ ഒന്നാമത് നമ്മൾ വരാൻ കാരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവാസി സംഘങ്ങളുണ്ട്. ഓരോന്ന് നേരിട്ട് കാണാൻ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അടിപൊളി. ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ ഇവിടെ പ്രവാസികൾ. അപ്പൊ തീർച്ചയായിട്ടും പോലെ ഇതേപോലെ ഒരുമിച്ച് കാണാൻ പറ്റുക എന്ന് പറഞ്ഞത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് നിഷ അല്ലല്ലോ അത് കണ്ടോ? എന്താണ് ഈ കല്ലൂനെ വിട്ടു പോവാൻ മനസ്സ് വരുന്നില്ല. ഇത്രയും ലുക്കുള്ള നിന്റെ എനിക്കറിയാം. സൈന്യത്താണെന്നല്ലേ? സൈന്യത്തെ അല്ല,
ഇത് നിഷത്ത. അതാണ്. ആണോ? ആ. ഇവനെ അധികം അങ്ങോട്ട് വിടണ്ട. കുഞ്ഞാപ്പോ ഓയ്, ഇല്ല, അടിയിട്ടേ ഇല്ല ഞാൻ അങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വരില്ല അവൻ എന്തായാലും.